everyone, welcome to Superstar Junior. Powered by Niruparaku, presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. ஆகாயமில்லாமலே ஒரு நிலவு தரை மீது തള്ളാടുது. ഒന്ന് പേടിപ്പിക്കാവുന്ന ഒരു പാട്ടാണ് ആൾക്കാരെ. അഴകുമലരാട അഭിനയങ്ങൾ കൂട സിലമ്പൊലിയും പുലമ്പുവതേ. അത് കഴിഞ്ഞ് എന്തിനാ അങ്ങോട്ട് നോക്കിയേ? ആരെ സോങ് സെലക്ട് ചെയ്ത്? അച്ഛനും അമ്മയും ചേച്ചി. അച്ഛനും അമ്മയും ചേച്ചിയും. കരയാണോ? കരയാനിപ്പം എന്തായി? കരയാനൊന്നുമില്ല. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ഭയങ്കര ഒരു പോസിറ്റീവ് അങ്ങനെ ആഗ്രഹമായിട്ടുള്ളൊരു കുട്ടിയാണ് പാടാൻ. I like your singing so much. So audience, please do watch this wonderful jamming session. So, let's welcome our judges. Vijay Chetta, Sujata Chechi, Stephen Chetta, And നമ്മുടെ violin Orchestra team, Cochin Strings, and നമ്മുടെ Star Orchestra. നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാം. വിളിക്കാം നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സോണിക. ഹലോ സോണിക് കുട്ടി. ഹായ് ചേട്ടാ. ഇതെന്താണ്, ഹാഫ് സാരി ആണോ? അങ്ങനെ വിളിക്കാം. മൊത്തത്തിലൊരു അതോ ഡാൻസ് ലെഹങ്ക? പെർഫോമൻസ്. എങ്ങനെയാണെങ്കിലും വിളിക്കാം. മൊത്തത്തിലൊരു ഡാൻസ് പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഏതാണ് പാട്ട് കേൾക്കട്ടെ? വൈദേഹി കാത്തിരുന്നാൾ എന്ന ഫിലിമിലെ അഴകുമലരാട. ഓക്കെ, അഗൈൻ രാജ സാർ അല്ലേ? അപ്പൊ എന്തൊരു ഒബ്വിയസ് ആണ്, കാരണം നമ്മുടെ വയലിൻ സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. അതെ. നന്നായി പ്രാക്ടീസ് ചെയ്തില്ലേ? ആ, ചേച്ചി. ഓക്കെ, നന്നായി പാടാം. ഓക്കെ, ഓക്കെ. ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. ചേച്ചി. താങ്ക് യു ചേട്ടാ. മഗ മഗ സ മഗ മഗ സ മഗ മഗ സ സ സ. അഴകുമലരാട അഭിനയങ്ങൾ കൂട ഇളമ്പൊലിയും പുലമ്പുവതേ. എൻ സിലമ്പൊലിയും പുലമ്പുവതേ. അഴകുമലരാട അഭിനയങ്ങൾ കൂട സിലമ്പൊലിയും പുലമ്പുവതേ. വിരൽ കൊണ്ട് മീട്ടാമൽ வாழ்கின்ற வீணை குளிர் வாடை கொஞ்சாமல் கொதிக்கின்ற சோலை பகலிரவு பல கனவு இருவிழியில் வரும் பொழுது அழகுமலராட அபிநயங்கள் கூட சிலம்பொலியும் புலம்புவதே. Takadim, 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 tarikidum, tarikidum, tading, tading, takat tarikidum, tarikidum, tading, tading, taka. ஆகாயமில்லாமலே ஒரு நிலவு தரை மீது தள்ளாடுது. ஆதாரமில்லாமலே ஒரு கொடியும் ஆடாமல் தலை சாய்து. தாளத்தில் சேராத தனிப்பாடல்
ஊதாத புல்லாங்குழல் எனதழகு சூடாத பூவின் மணல் தேனின்ற மஞ்சள் நிலா ஒரு துணையை தேடாத வெள்ளை புறா பூங்காற்று மெதுவாக தொட்டாலும் போதும் உன்மேனி நெருப்பாக கொதிக்கின்றது நீரூற்றி பாயாத நிலம் போல நாளும் என் மேனி தரிசாக இருக்கின்றது தனிமையிலும் தனிமை கொடுமையிலும் கொடுமை இனிமையிலே வாழ்வில் எழத்தகின்ற இளமை தனிமையிலும் தனிமை கொடுமையிலும் கொடுமை இனிமையிலே வாழ்வில் எழத்தகின்ற இளமை வேறென்ன நான் செய்த பாவம் அழகு மலராட அபிநயங்கள் கூட சிலம்பொலியும் புலம்புவதற்கே விரல் கொண்டு மீட்டாமல் வாழ்கின்ற வீணை குளிர் வாடை கொஞ்சாமல் கொதிக்கின்ற சோலை பகலிரவு பல கனவு இருவிழியில் வரும் பொழுது அழகு மலராட அபிநயங்கள் கூட சிலம்பொலியும் புலம்புவதற்கே சா 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 நீ நீ த த த மாமா க க க சா சா நீ 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 சா சா க க க மாமா த த த சா சா நீ சா க சா நீ சா சா க சா நீ சா சா க சா நீ சா சா க சா நீ த நீ சா நீ த நீ நீ சா நீ த நீ நீ சா நீ த நீ நீ சா நீ த தரிகிடு தரிகிடு கிடுதக தரிகிடு 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 അത് കഴിഞ്ഞ് എന്തിനാ അങ്ങോട്ട് നോക്കിയേ? ആരാ സോങ് സെലക്ട് ചെയ്തത്? അച്ഛനും അമ്മയും ചേച്ചി. അച്ഛനും അമ്മയും ചേച്ചിയും. കരയാണോ? കരയാനിപ്പം എന്തായി? കരയാനൊന്നുമില്ല. ആ എനിക്കിപ്പോ മനസ്സിലായി ഇവളെന്താ കരഞ്ഞെന്ന്. നീ ആ വടിയൊന്ന് താഴെ വെക്കുന്നുണ്ടോ? ഒരുമാതിരി സ്കൂൾ പ്രിൻസിപ്പളിനെ പോലെ അതൊന്ന് താഴെ വെക്ക്. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ആ ഭയങ്കര ഒരു പോസിറ്റീവ് അങ്ങനെ ആഗ്രഹമായിട്ടുള്ളൊരു കുട്ടിയാണ് പാടാൻ. സോ സ്വീറ്റ്. I like you singing so much. So audience, please do watch this wonderful jamming session. സോണിക, എന്താ ഈ പാട്ടിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? രേവതി ചേച്ചി ഡാൻസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടോ? അമ്പലത്തിന്റെ ഡാൻസ് മുമ്പിലേക്ക് ഒക്കെ ഇങ്ങനെ- ചേർന്നല്ലോ. ആ അത്രയും കോംപ്ലിക്കേറ്റഡ് പാവം മോൾ അത്രയും എന്താ പറയാ തകർത്ത് ഇവിടെ മൊത്തം ഒരു ഭയങ്കര ഒരു എൻവയോൺമെന്റ് എന്തായാലും ക്രിയേറ്റ് അതെ, ചെയ്തിട്ടുണ്ട്. ആ എൻഡ് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ചേട്ടാ പാട്ട് തകർത്തു. ഞാൻ ഇടയ്ക്ക് ചേട്ടന്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കണേ. എന്റെ ഇടയിൽ കൂടെ പാട്ടല്ല, ഞാൻ ഉദ്ദേശിച്ച സംഗതികൾ കാര്യങ്ങളൊക്കെ ജതി. ഉദ്ദേശിച്ച്. തക്കതീം 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 തരികിടതോ തരികിടതോ തദീം തദീം തക്കത്തരികിടതോ
തരികിടതും തദീങ്ക തദീങ്ക തക അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഇതുവരെ ചേട്ടാ പാടി കേട്ടിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. പാട്ടല്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ പാട്ടെന്നല്ല, ശബ്ദം മൈക്കിലൂടെ ഇതേപോലെ കേട്ടിട്ടില്ല, അത് ഉദ്ദേശിച്ചത്. ജതി ചൊല്ലുന്നത് കേട്ടിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ചേട്ടാ കലക്കിട്ടോ. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും കമന്റ്സിലേക്ക് കിടക്കാം. യെസ്, വിജയ് ചേട്ടാ. സോണിക്ക, സാർ ആരെ സോങ് സെലക്ട് ചെയ്ത്? അച്ഛനും അമ്മയും ചേച്ചി. അച്ഛനും അമ്മയും ചേച്ചിയും. എവിടെ അച്ഛനും അമ്മയും ചേച്ചിയും? സോണിക്കൊക്കെ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നല്ല, ഐ തിങ്ക് നല്ലൊരു ടഫ് സോങ് ആണത്, വളരെ ഈസി സോങ് അല്ല. സോ അതിന് ഹാറ്റ്സ് ഓഫ് ടു ഫോർ സെലക്ടിങ്. അങ്ങനത്തെ ഒരു സോങ് അമ്മ സെലക്ട് ചെയ്ത് കൊടുത്തു. സോ അത് നല്ല നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. കുറച്ച് ഐ തിങ്ക് 1-2 സ്ഥലത്ത് അത് 2 പ്രാവശ്യം, ഫസ്റ്റ് 2 പ്രാവശ്യം മിസ്സായി. പിന്നെ ലാസ്റ്റ് ചരണം കഴിഞ്ഞ് പാടിയപ്പോഴാണ് ക്ലിയർ ആയിട്ട് വീണത് അല്ലേ? ഓക്കെ, അതൊന്ന്. ജയൻ മറ്റേ ഫസ്റ്റ് ഓപ്പണിംഗ് പാടിയില്ലേ? ഒന്ന് പാടിക്കുക, ചുമ്മാ ഒന്ന് പാടിക്കുക ഒരു പ്രാവശ്യം. റെഡി, 1 2 3 2 2 3. കിടതക തരികിടതും കിടതക തരികിടതും കിടതക തരികിടതും കിടതക തരികിടതും. ഓക്കെ, ആ ഒരു ടോണില്ലേ നമ്മൾ വെറുതെ എനിക്ക് തോന്നുന്നു കുറച്ച് ഓവർ പവർ കൊടുത്തു പോയി എന്ന് തോന്നുന്നു ആ എൻഡിൽ. അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് താളം ഭയങ്കര കൂടുതൽ ഫാസ്റ്റ് ആയിരുന്നു, ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എങ്ങനെ ഒന്ന് പാടിക്കത് ലാസ്റ്റ്? ഇപ്പൊ പാടിയില്ലേ? ഇത്രയും മതി. ആ സമയത്ത് പാടിയപ്പോൾ ഭയങ്കര ഐ തിങ്ക് യു പുഷിങ് ഫോർ ടു മച്ച്. അപ്പോൾ ഭയങ്കര ഫോഴ്സ് ആയി. ഇപ്പോൾ ഈ കൊടുത്ത എനർജി ഇല്ലേ, അത് മതി അതിൽ ആക്ച്വലി പറഞ്ഞ. ഇപ്പൊ പാടിക്കുക. അവിടെ അത്രയും വേണ്ട. കിടതൊക്കെ തരികിടതും തരികിടതും അത്ര. അടുത്തത് എനിക്കെന്തോ അത് ഭയങ്കര ഓവർ എനർജി ആയിപ്പോയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഓടിയ പോലെ തോന്നി ഇടയ്ക്ക്. പക്ഷേ ഐ ഫെൽറ്റ് ഈ ഒരു ടോൺ എന്താണ് വാസ് ലിറ്റിൽ ബെറ്റർ. എനിവേ, ആ ഒരു ഓവറോൾ എനർജിയിൽ മേ ബി ആ ഒരു എക്സൈറ്റ്മെന്റിൽ മോള് ഭയങ്കര ലൗഡായിരുന്നു എന്ന് തോന്നി. പക്ഷേ അത്രയും വേണ്ട എന്ന് തോന്നി, അത്രേ ഉള്ളൂ. എനിവേ, സോ ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ, ചില സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ബി കെയർഫുൾ. യാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. സോണിക്ക, ഈ പാട്ട് തമിഴ്നാട്ടിലെ എല്ലാ കോമ്പറ്റീഷനിലും എല്ലാ പിള്ളേരും എടുത്ത് പാടുന്ന ഒരു പാട്ടാണ്. കാരണം ഇതൊന്ന് പേടിപ്പിക്കാവുന്ന ഒരു പാട്ടാണ് ആൾക്കാരെ. എസ്പെഷ്യലി അവസാനത്തെ ഇതൊക്കെ ഉറക്കമൊക്കെ പാടുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും. പക്ഷെ ബാക്കി സ്ഥലങ്ങൾ പല്ലവിയൊക്കെ ഡിഫിക്കൽട്ടാണ് ഈ പാട്ട്. ആ ഒരു പകലിരവ് അത് ഫസ്റ്റ് മോള് പ്രാക്ടീസിൽ നല്ലോണം പാടിയ, പ്രാക്ടീസിൽ പല്ലവി പാടിയപ്പോൾ അസലായിട്ട് പാടി. അത് കഴിഞ്ഞ് എന്തിനാ അങ്ങോട്ട് നോക്കിയേ, അവിടെ എന്തിനാ നോക്കിയേ അമ്മയച്ഛനെ? അപ്പോൾ പേടി കയറി. അപ്പോൾ ആ പകലിരവ് അത് അങ്ങനെ അങ്ങോട്ട് ശരിയായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അനുപല്ലവിയൊക്കെ നല്ലതായിരുന്നു. ടോട്ടൽ അസലായിട്ട് പാടി മോളി. ഈ പാട്ട് അത്ര ഈസി ആയിട്ട് പാടി, കാരണം ബ്രീത്തിങ് സ്പേസേ ഇല്ല, അങ്ങനെ പോവാണ് വെള്ളം പോലെ ഒരു പാട്ട്. അപ്പോൾ ബ്രീത്തിങ് സ്പേസും ഇല്ല, മേലെയും ഹൈ പിച്ചുമാണ്. അപ്പോൾ അതൊക്കെ മോൾ നല്ലോണം മാനേജ് ചെയ്തു. പക്ഷെ ആ നോട്ട്സ് കുറച്ച് അങ്ങിങ്ങ് പോയിട്ടുണ്ട്. പിന്നെ അവസാനം വിജു പറഞ്ഞ എനിക്കും അഭിപ്രായമുണ്ട്, ഇത്ര ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു എഫക്റ്റിന് വേണ്ടിയാണ് മോള് പാടിയെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഹെഡ്ഫോണിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അലർച്ചയായിരുന്നു അത് മോളുടെ വോയിസും എഫക്റ്റ് ചെയ്യില്ല. സൂക്ഷിക്കണം കേട്ടോ, ഇനിയും പാടണ്ടല്ലേ. അപ്പോൾ ഇൻ ടോട്ടൽ എന്താ പറയണേ, നല്ല മോളുടെ എഫേർട്ട് നല്ലതായിരുന്നു. കുറച്ചും കൂടി ചില സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ലതാവായിരുന്നു. ആൻഡ് ഇനിയും പാടി തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയും നോക്കരുത്. അവർക്ക് ടെൻഷൻ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാലും നമ്മുടെ മക്കൾ പാടുമ്പോൾ നമുക്കൊരു വെപ്രാളം ഉണ്ടാവും പേരൻസിന്. അപ്പോൾ അത് പിള്ളേർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നമുക്ക് അവരെ കാണുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരണത്. ജസ്റ്റ് ലീവ് അവരെ നോക്കുന്നത്.
ഞങ്ങളെ നോക്കിയാൽ മതി. ഞങ്ങളെ നോക്കാൻ പേടിയാണെങ്കിൽ ഈ ക്യാമറ ചേട്ടന്മാരെ നോക്കിക്കോളൂ മുമ്പിരിക്കണേ. ഓക്കെ, താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ, സോണിക ഈ പറഞ്ഞ മാതിരി തന്നെ ഈ പാട്ടൊരു വലിയ ഇഷ്ടിക, കല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഇഷ്ടിക. അതിനെങ്ങനെ എടുത്ത് പൊക്കാൻ നോക്കണ മാതിരി ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഓവറോൾ ജസ്റ്റിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ചെയ്തു. ലൈവിൽ ഒരു മത്സരത്തിൽ പാടണേൻ്റെ മാക്സിമം സോണിക ചെയ്തു കേട്ടോ. പിന്നെ ജതിയൊക്കെ പഠിച്ചതാണോ അതിന് വേണ്ടിയിട്ട്? കരയാണോ? കരയാനിപ്പം എന്തായി? കരയാനൊന്നുമില്ല, മാർക്ക് ഇടുമ്പോ നോക്ക എങ്ങനെ വരും മാർക്കെന്ന്. കരയണ്ട, അയ്യേ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അവരൊക്കെ ഈ പറഞ്ഞത് പാടി വളരെ ശരിയായില്ല എന്ന് നല്ലതാണ്. പറഞ്ഞില്ലല്ലോ. നല്ലതാണ്. അങ്ങോട്ട് നോക്കണ്ട, നേരെ സ്കോർ ബോർഡിലോട്ട് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. കണ്ടേ, അത്രേ ഉള്ളൂ. മാർക്ക് കിട്ടുമ്പോ അത് കുഴപ്പമൊന്നുമില്ല. രജു എന്താ രജു അടുത്ത് നിന്ന് ഇങ്ങനെ പേടിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞ? അതാണ്, നീ പാടുമ്പോ എന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പേടിയല്ല, അപ്പൊ ചിരിക്കേ വരുള്ളൂ. പോരെ? അല്ല, അതാ ചിരിച്ചുകൊണ്ട് പാടല്ലോ. സോണിക അത് വിട്, കുഴപ്പമില്ല. സോണിക പാടിയത് തെറ്റാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. സോണിക നന്നായിട്ട് തന്നെ പാടിയത്. പിന്നെ എല്ലാം പറയണ്ട, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഞാനാണോ പറഞ്ഞത്? അല്ല, സ്ട്രെസ് എടുക്കണ്ട മോള് കുറച്ച് സ്ട്രെസ് എടുക്കുന്നുണ്ട്. പ്ലീസ് അമ്മയച്ഛനും ഞാൻ പറഞ്ഞു, ഒന്ന് സ്ട്രെസ് കൊടുക്കരുത് പ്ലീസ്. കാരണം അവൾ അസലായിട്ട് പാടുന്ന കുട്ടിയാണ്. ആ പാടി തുടങ്ങിയപ്പോൾ പല്ലവി അസലായിട്ട് പാടിയതാണ് റിഹേഴ്സലിന്. അത് കഴിഞ്ഞു പേടിയാണ് കയറിയത്. അവരുടെ മുഖത്ത് സ്ട്രെസ് ഒന്നും കാണുന്നില്ല, ചുമ്മാ അവളാണെന്ന് തോന്നുന്നു മൊത്തം സ്ട്രെസ് എടുക്കുന്നത്. അല്ലേടി, അവരുടെ മുഖത്ത് അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു രണ്ടുപേരും. സോണിക നല്ല, ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു സോണിക വേറൊരു ലെവലിലായി തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നല്ലോണം പാടുന്നുണ്ട്. അത് ഇനി കറക്ഷൻസ് വരുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനല്ലേ പറയണേ. ഒരു കാര്യം പറയാം, സോണിക ഫസ്റ്റ് വന്ന കുട്ടിയല്ല ഇപ്പോൾ. അതൊരു ഗ്രേറ്റ് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടഫായിട്ടുള്ളൊരു സോങ് എടുക്കാനൊരു ഇത് തോന്നിയത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ സോണിക എടുക്കില്ല. എനിക്കിപ്പോ മനസ്സിലായി ഇവളെന്താ കരഞ്ഞെന്ന്. നീ ആ വടിയൊന്ന് താഴെ വെക്കുന്നുണ്ട്, ഒരുമാതിരി സ്കൂൾ പ്രിൻസിപ്പളിനെ പോലെ. അതൊന്ന് താഴെ വെക്ക്, വെറുതെ അല്ല കൊച്ചു പേടിച്ച്. വിജയ ദാസ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചുകളെ പേടിപ്പിക്കില്ലെന്ന്. ഞാൻ വടി നീ സംസാരിക്കും, നീ ആ കീബോർഡിലൊന്ന് കൈവച്ചേ. ഇപ്പൊ ശരി, അതാണല്ലേ, അതാണ്. ഓക്കെ, വടി എടുക്കില്ല, പേടിക്കണ്ട. ഓക്കെ, അതാണെങ്കിൽ പ്രശ്നം. അപ്പോൾ അത്രയും ഇങ്ങനത്തെ ഒരു ടഫ് സോങ് എടുക്കണമെന്നുണ്ടെങ്കിൽ സോണിയ അത്രയും ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു തെളിവാണത്. സോണിയയ്ക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടും സോണിയയുടെ പാരൻസിന് തോന്നിയതുകൊണ്ടും കൂടിയിട്ടാണ് ഈ പാട്ട് ചൂസ് ചെയ്തത് അല്ലേ. അത് യു ഡിഡ് ഗുഡ് ജസ്റ്റിസ് ഫോർ ദ സോങ്. ഓക്കെ, പിന്നെ അതിൻ്റെ തെറ്റുകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അഴുക്കായി പാടിയെന്നോ അല്ലെങ്കിൽ പൊട്ടയായി പാടിയെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. സോ ഡോണ്ട് വരി, കരയണ്ട കേട്ടോ. ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അടുത്ത റൗണ്ടുകളൊക്കെ വന്ന് തകർത്താടിയിട്ട് ഇങ്ങോട്ട് പോ. ഓക്കെ, ആൻഡ് യു ഡിഡ് എ ഗുഡ് ജസ്റ്റിസ് സോങ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ മാർക്ക് താങ്ക് യു ചേട്ടാ. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ സ്റ്റീഫൻ ചേട്ടൻ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ മാർക്സ്. താങ്ക് യു ചേട്ടാ. ഇത് കരഞ്ഞത് കൊണ്ടല്ല കേട്ടാ, ഇത് ഇതിന് മുമ്പ് ഇട്ടതാണ്. അതെ, യെസ്, സുജാത ചേച്ചി. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ഹലോ, 25 മോശം മാർക്കാണോ? അല്ലല്ലോ. അപ്പൊ ഒരു നല്ല ചിരി വെച്ചെടുക്കും എല്ലാവർക്കും. അതെ, ചിരിക്കുന്നു. മതി, അത് മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മേലാൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്സ് 3 കുറയും. 3. അതെ, നീ ഇനി മേലാൽ വടിയെടുത്ത് കുട്ടികളടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ഇല്ല, ഞാൻ വേറെ രീതിയിൽ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തു. അതായത് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കരച്ചിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ ജതി പാടുന്നു പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ കരച്ചിലൊക്കെ ജതി പാടിയ എല്ലാവരും ഒരു ഗതിയാവും. അതെ, അതാണ് ആ കുട്ടി വരെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒരു ഗതി. മൈ ഗോഡ് സ്റ്റീഫൻ, നീ ഒരു റോളാണ്, റോൾ. യാ, ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. പെർഫോമൻസ് സൂപ്പർസ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിർഭരയിൽ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് സൂര്യകിരൺ.
പാട്ട് പാടാൻ കൊതിച്ച് ഓടി വന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ചോദിക്കുന്നില്ല. എന്താണ് പാട്ട്? ഏതാണ് പാട്ട്? ഏതാണ് പാട്ട്? ഞാൻ വാത്സല്യം എന്ന ഫിലിമിലെ അലയും കാറ്റിൻ ഹൃദയം. ഓഹോ, Okay. നമ്മളെ വിഷമിപ്പിക്കാൻ കരയിപ്പിക്കാൻ. കരയിപ്പിക്കാൻ പോവാണല്ലേ? കണ്ടിട്ടില്ലേ അപ്പൊ പാട്ടൊക്കെ? ചിരിച്ചോണ്ടേ കരയിപ്പിക്കുള്ളൂ. അതാണ്, സൂര്യ ഇസ് ഓൾവേസ് പോസിറ്റീവ്, വി നോ ദാറ്റ്. അല്ല, സിനിമ കണ്ടിട്ടില്ലേ? ഈ സിറ്റുവേഷൻ പാട്ടും അല്ലെങ്കിൽ മമ്മൂട്ടി എല്ലാം സംഭവങ്ങളൊക്കെ ഇല്ലേ? ആരെ മ്യൂസിക് ഡയറക്ടർ ഇതിന്റെ? SP വെങ്കടേഷ്. ആരാ സിംഗർ? ദാസേട്ടൻ. ആ, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു മനോഹരമായ പെർഫോമൻസ് തുടങ്ങാം. പക്ഷേ അതിനു മുന്നേ ഒരു കുട്ടി ബ്രേക്ക്. അതാണ് രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ഭയങ്കര ഒരു പോസിറ്റീവ്, അങ്ങനെ ആഗ്രഹമായിട്ടുള്ളൊരു കുട്ടിയാണ് പാടാൻ. സോ സ്വീറ്റ്. വൈകിടാവേങ്ങി നിന്നു പാൽമണം വീണലിഞ്ഞു. വൈകിടാവേങ്ങി നിന്നു പാൽമണം വീണലിഞ്ഞു. യാത്രയായി ഞാറ്റുവേ. I like you singing so much. So audience, please do watch this wonderful jamming session. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിരപ്പറ. സോ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യൽ വയലിൻ എപ്പിസോഡിലെ സൂര്യകിരന്റെ പെർഫോമൻസ് നമുക്ക് കാണാം. വാത്സല്യം എന്ന സിനിമയിലെ ഗാനമാണ്. സോ എവരിവൺ എൻജോയ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. ഓലപ്പുടവ തുമ്പിൽ പാടം കണ്ണീരൊപ്പി. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി.
വൈദേഹി പോകയായി വനവാസകാലമായി വൈദേഹി പോകയായി വനവാസകാലമായി രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമുഖയായി സരയൂ നദി ഓ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി ഓലപ്പുടവ തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ഓ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി. സൂര്യ, എന്തോ നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക്സ്. നമ്മൾ എന്താ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ എന്താ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒരു പാട്ടാണിത്. എപ്പോൾ കേട്ടാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് ലോ ആവുന്ന ഒരു പാട്ടാണ്. സോ എന്തായാലും അത്തരത്തിൽ നല്ലൊരു പാട്ട് എടുത്തതിനും താങ്ക് യു സോ മച്ച്. താങ്ക്സ്. അപ്പോൾ നമുക്കിനി ചോദിക്കാം. കമന്റ്സ് ചോദിക്കാം. യെസ്. Okay. സോ യെസ്, സുജാത ചേച്ചി. സൂര്യകിരൺ, മാം, എനിക്ക് മോൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയണേ, പോസിറ്റീവ്. ഭയങ്കര ഒരു പോസിറ്റീവ്, അങ്ങനെ ആഗ്രഹമായിട്ടുള്ളൊരു കുട്ടിയാണ് പാടാൻ. സോ സ്വീറ്റ്. താങ്ക് യു മാം. കാലത്തോട്ട് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ എപ്പോഴും റെഡിയാണ് പാടാൻ, ഇങ്ങനെ കാത്തിരിക്കും. മോൻ ഈ പാട്ട് നല്ലോണം പാടി. 2-3 കാര്യം എനിക്ക് തോന്നിയത്. ഒന്ന്, എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് വരുന്ന എക്സ്പ്രഷനുണ്ട്. നമ്മൾ ചിലപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റിയും വരാം. അത് കുറച്ച് എനിക്ക് തോന്നി ചില സ്ഥലങ്ങളിൽ. അത് മോൻ അവോയ്ഡ് ചെയ്ത് അതൊക്കെ ഒരു പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി പാട്ട്. മോൻ മറ്റേ ഇപ്പോൾ കർണാട്ടിക് ഇത് ഒരുപാട് മാറി, പക്ഷേ സെക്കൻഡ് ചരണമായപ്പോൾ വീണ്ടും കുറച്ചൊരു അതിലേക്ക് ഒരു ചായ്വ് വന്നു തുടങ്ങി ആ ഒരു സംഗതികളൊക്കെ. അപ്പോൾ അത് മോൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പല്ലവിയും ഫസ്റ്റ് ചരണമൊക്കെ അവോയ്ഡ് ചെയ്തു. അടുത്ത ചരണത്തിൽ കുറച്ച് വീണ്ടും വന്നു. എനിക്ക് 2-3 മോൻ എന്തൊക്കെ പാട്ടുകൾ കേൾക്കും ഇപ്പോൾ? മോൻ കർണാട്ടിക്കിൽ വളരെ മിടുക്കനാന്ന് എനിക്ക് അറിയാം. മോൻ ഒരുപാട് കേൾക്കുന്ന കച്ചേരിയും കൂടെ ചെയ്യുന്നുണ്ടല്ലേ? ആ, അപ്പോൾ വേറെ എന്തൊക്കെ പാട്ടുകൾ കേട്ട് തുടങ്ങി ഇപ്പോൾ? എന്തൊക്കെ കേൾക്കും? ഞാൻ കുറേ പാട്ട് കേൾക്കാറുണ്ട്. അല്ലാത്ത എല്ലാ ശൈലിയും കേൾക്കുമോ? കേൾക്കും അല്ലേ? ചോളി, മെലഡി എല്ലാം കേൾക്കും. ആ, മെലഡി ഒക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ അതല്ലാതെ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഇല്ല, ഇയാളൊരു വെസ്റ്റേൺ പഠിച്ചാൽ ചിലപ്പോൾ ഒന്ന്, എനിക്കെന്തോ ഒരു തോന്നൽ. നിങ്ങൾ അവിടെ വല്ല വെസ്റ്റേൺ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ വല്ല മാസ്റ്റേഴ്സോ ഉണ്ടോ? ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സാധനം പഠിച്ചാൽ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ പാട്ടിലും ഒരു കുറേ കർണാട്ടിക് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് മോൻ പാടുമ്പോൾ. പക്ഷേ യു ആർ ട്രൈയിങ് 100%. അതുകൊണ്ട് ഒന്നും പറയാനും എനിക്ക് തോന്നുന്നില്ല. അത്ര ട്രൈ ചെയ്യുന്നുണ്ട് മോൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് മോനെ. താങ്ക് യു മാം. അപ്പോൾ ഇത് അച്ഛൻ്റെ അടുത്തും ഞാൻ അന്നും ഒരു ദിവസം പറഞ്ഞു, എവിടെയെങ്കിലും പോയി ഒരു വെസ്റ്റേണോ ടോട്ടൽ ഹിന്ദുസ്ഥാനിയും പക്ഷെ വേണ്ട, കാരണം കർണാട്ടിക് ഓർ ഹിന്ദുസ്ഥാനിയാണ് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ട്. ലേൺ വെസ്റ്റേൺ. കുറേ ഐഡിയാസ് ടോട്ടൽ ഈ ഇത് മാറും, ഒരു സ്റ്റൈൽ മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ്, തോന്നുന്നു എനിക്ക്. അപ്പോൾ ട്രൈ ചെയ്യുക. ഈ പാട്ട് തിരക്കേടില്ലാതെ പാടി ഓഹോ എന്ന് പറയാൻ പറ്റില്ല. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. മിസ്റ്റർ സൂര്യകിരൺ, എനിക്ക് കഴിഞ്ഞ ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും സൂര്യകിരൻ്റെ നിന്ന് ഇങ്ങനെ ഒരു ഇതാണ് കർണാട്ടിക് എന്താ ഒരു ചൊവ അങ്ങനെ വരുന്നത്.
ഈ പാട്ടിന് എനിക്ക് തോന്നിയത് ഇത് കുറച്ച് കുറഞ്ഞു. ഒരു ലൈറ്റ് മോഡിലേക്ക് നീ വന്നു, കുറച്ച് വന്നു. പിന്നെ ഈ പറഞ്ഞ ഇമോഷൻസ് ചെയ്യുമ്പോൾ അത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു ഇമോഷൻ വരും, അല്ലാതെ നാച്ചുറലായിട്ട് വരുന്നൊരു സാധനമുണ്ട്. അത് മാത്രം നീ ഒന്ന് ജസ്റ്റ് ബോദർ ചെയ്താൽ മതി അതിനെ പറ്റിയിട്ട്. അല്ലാതെ എനിക്ക് നിൻ്റെ പാട്ടിൻ്റെ ഫീല് മൊത്തം എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് യു സിംഗിങ് സോ മച്ച്. നീ അങ്ങനെയുള്ള പാട്ടുകൾ നിനക്ക് കിട്ടിയാൽ നീ തകർത്ത് ആടും, അതെനിക്കറിയാം. ആൻഡ് യു ആർ വെരി പോസിറ്റീവ്. നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി നിനക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ളൊരു കുട്ടിയാണ്. യു ആർ എ ഡാർലിംഗ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ജോൺറെ നിന്നെ വേറൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വഴിയുണ്ട്. കാരണം നിനക്ക് ടാലൻറ്റ് നന്നായിട്ടുണ്ട്. പക്ഷെ ആ ടാലൻറ്റ് ഏറ്റവും കൂടുതൽ ത്രാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കർണാട്ടിക് എന്നുള്ളൊരു സാധനത്തിലാണ് നിൻ്റെ താങ്ങ് കൂടുതലുള്ളത്. ഈ ലൈറ്റും സാധനങ്ങളൊക്കെ പാടുന്നുണ്ടെങ്കിൽ വേറൊരു സാധനം ഇത്തിരി കോംപ്രമൈസ്. അതാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഇതൊന്ന് ട്രൈ ചെയ്ത് ചിലപ്പോൾ ഇതിനൊരു നല്ലൊരു ബാലൻസ് നിനക്ക് കിട്ടും. അപ്പോൾ നീ അതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ യു ക്യാൻ ബി എൻ അമേസിങ് കംപ്ലീറ്റ് സിംഗർ കേട്ടോ. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഒരു മുൻതൂക്കം ഇതിരിക്കാൻ ഉണ്ടാവുക. നിനക്ക് ആഗ്രഹം അങ്ങനെയാണ്, നിനക്ക് യു വാണ്ട് ടു ബിക്കം എ സെമി ക്ലാസിക്കൽ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ക്ലാസിക് ബേസ്ഡ് സിംഗർ ആണെന്ന് വെച്ചാൽ അത് നീ തുടർന്ന് പോകണം കേട്ടോ. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. അല്ലാത്ത പക്ഷം യു ആർ എൻ എക്സ്ട്രീംലി ടാലൻറ്റഡ് ബോയ്. യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. സൂര്യ, എന്തോ നല്ലൊരു സോങ്, നല്ലൊരു വണ്ടർഫുൾ സെലക്ഷൻ. ആൻഡ് എനിക്ക് തോന്നിയതും ഒരു ഓവറോൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഒരു ഓഹോ ഭയങ്കരമായിരുന്നു എന്ന് പറയാനെന്നുള്ള ആ സോങ്ങും വളരെ സിമ്പിൾ, ഒരു ഭയങ്കര ഈ പറഞ്ഞ പോലെ ആ ഫീലിലുള്ള ഒരു സോങ്. സോ ബട്ട് യു ഡിഡ് ഗുഡ്, നല്ലതായിരുന്നു. ഐ തിങ്ക് കുറച്ചുകൂടെയും അതിൻ്റെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷനിൽ നമ്മൾ ഈ നാച്ചുറലായിട്ട് വരുന്ന ഇറ്റ്സ് വെരി, ഐ തിങ്ക് ഈ ഏജിൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ശരിയല്ല. പക്ഷേ ഐ തിങ്ക് പറഞ്ഞതിൻ്റെ എന്താണ് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് യു ഡോണ്ട് ഗിവ്, നമ്മൾ കുറച്ച് അങ്ങനെ ഒന്ന് പാടിക്കുക. ലൈക്ക് ഫസ്റ്റ് ലൈൻ ഓപ്പണിംഗ് ലൈൻ മാത്രം. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി ഓലപ്പുടവ തുമ്പിൽ പാടം കണ്ണീരുപ്പി രാമായണം കേൾക്കാതെയായി പൊന്മയി കേൾക്കാതെയായി അത് പാടിക്കുക. കേൾക്കാതെയായി അവിടെ അങ്ങനെ ഇത് ചെയ്യണ്ട, ഷേക്ക് ചെയ്യാണ്ട് നേരെ കേൾക്കാതെയായി അപ്പോൾ അത് നമ്മൾ കേൾക്കാതെ ആ ഒരു ചെറിയൊരു ഇത് കൊടുക്കാണ്ട് കേൾക്കാതെയായി അങ്ങനെ വന്നാൽ കുറച്ചുകൂടെയും ആ ഫീലും നമ്മുടെ വോയിസും ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റീഫനൊക്കെ പറഞ്ഞ കൂടുതൽ ക്ലാസിക്കലിലേക്ക് പോകാണ്ട് ആ ഇതിൻ്റെ ആ മെലോയിൽ തന്നെ നിൽക്കും കുറച്ച്. യാ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമുക്ക് മാർക്സ് അറിയാം. അറിയാം. ഓക്കെ. ഓക്കെ, സോ വിജയ് ചേട്ടാ. 7.5. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8 marks. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 8 marks. 23.5. കുഴപ്പമില്ല, നല്ല മാർക്കാണ്. സോ മേ നല്ല മാർക്കാണ്. യു ക്യാൻ ഇംപ്രൂവ് ഇൻ ദ കമ്മിങ് റൗണ്ട്സ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് മോനെ. So audience, please do watch this wonderful jamming session. So yet another wonderful episode ഇവിടെ തീരുന്നതിന് മുമ്പായി നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ടോപ്പ് സ്കോറർ. The top scorer is Sonika with 25 marks. ആദായമില്ലാമൽ
வருமோ வாழ்வினிமை பெறுமோ ஒரு பொழுது மயக்கம் ஒரு பொழுது தயக்கம் பதிலேதும் இல்லாத கேள்வி அழகு மலராட அபிநயங்கள் கூட சிலம்பொலியும் புலம்புவது கேள் விரல் கொண்டு மீட்டாமல் வாழ்கின்ற வீணை. സോ നമ്മുടെ വയലിൻ ടീമായ കൊച്ചിൻ സ്പ്രിങ്സിനോടൊപ്പമുള്ള 13 കണ്ടസ്റ്റൻസിനെയും എല്ലാ പെർഫോമൻസും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. Welcome to Superstar Junior Cochin Strings. Yes. വെൽക്കം. தினம் நான் எதிர்பார்க்கும் திருநாள் வருமோ butterfly butterfly ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ. വേറൊരു കുഴപ്പമുണ്ട് പക്ഷേ ഈ നമ്മുടെ കിന്നരന്മാരവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. चारों फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവോ പ്രണയമൊരു സുലഭ മധുരമാ നിൻശ്രുതി ഉയരം തിൻചാലുമേ നിൻസയെ മാറ്റുവേണോ തീണ്ടും മുകിൽ പിൻവരാഹം പാടും. സിനിമയിലും പ്രൊഫഷണലും വായിക്കുന്ന വയലിനിസ്റ്റുകൾ ആ കൂടെ ഇത്ര പേരുള്ളൂ. ലാ, ലാ என்பதா, சொல், சொல் மன்மதா, சொன்னால் போதுமோ, தாகம் தீருமோ, ஈலேழும் வீசிவா, സ്വരരാഗമാ മയൂരമേ. സോ ഈ അവസരത്തിൽ തീർച്ചയായും നമുക്കൊരു എന്താ പറയാ ഒരു താങ്ക് യു എന്ന് പറഞ്ഞൊരു വാക്ക് വലിയ വളരെ thank you, അതെ. അതെ അതൊരു ആക്ച്വലി ഒരു കുറവാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിലും വെരി വെരി താങ്ക് യു. അതും എന്താ പറയാ എനിക്ക് തോന്നുന്നു ഷോസിന് മുമ്പ് രജിത്ത്, ഇതൊരു താങ്ക് യു പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇവർ ഇനിയും തിരിച്ചു വരാൻ പോവുകയാണ്. തീർച്ചയായും Okay, അവര് നമ്മൾ ഹൃദയത്തിന്റെ അടുത്ത ഭാഷയിൽ round നന്ദി പറയാൻ അല്ലെങ്കിൽ കാരണം അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചു ഫിനാലെ വരണം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫൈനൽ റൗണ്ടുകളിൽ നമ്മൾ നമ്മുടെ കൊച്ചിൻ സ്ട്രിങ്സ് കിന്നരന്മാരെ നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരും. സോ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്താ പറയാ ഞങ്ങൾ നന്ദി പറയുന്നു. പറയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും അറിയാനുള്ള ഇപ്പൊ ഈ സ്റ്റീഫൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയാ കിന്നരന്മാരാണ് നമുക്കറിയാം. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ചുണക്കുട്ടികളിലൊപ്പമുള്ള നിങ്ങളുടെ ഈ യാത്രയിൽ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യൂ. വാട്ട് ഡു യു ഫീൽ അബൌട്ട് അവർ സൂപ്പർ സ്റ്റാർ ജൂനിയേഴ്സ്? ഞങ്ങൾ ചെറിയ സംശയം ഉണ്ടായിരുന്നു. സ്കെയിൽ ചേഞ്ച് ഒത്തിരി പ്രശ്നമാകുന്ന ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ചില പാട്ടുകൾ ഒത്തിരി സ്കെയിൽ വ്യത്യാസം വന്നാൽ വയലിൽ വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ ഇവരുടെ കൂടെ വന്നപ്പോൾ ഗ്രൂം ചെയ്തപ്പോൾ വളരെ സൗകര്യമായിരുന്നു. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഭാഗ്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വയലിൽ തന്നെ വായിക്കാൻ പറ്റില്ല, അഴിച്ചിട്ട് വേറെ പണിക്ക് ഓടി വരും. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളായിരുന്നു. പിള്ളേരെല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയും ഒരു ഭാഗ്യമാണ്. ബിക്കോസ് ഷോ ഈ ഇന്നത്തെ ഒരു നമ്മുടെ ഈ എപ്പിസോഡ്സിന്റെ മുമ്പ് തന്നെ വന്ന് അവരോടൊപ്പം ഇരുന്ന് അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് റിഹേഴ്സലും കാര്യങ്ങൾക്കും പ്രാക്ടീസും എല്ലാം കൊടുത്തതിനും ഒരുപാട് ടൈം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഞങ്ങൾ വെറുതെ വിടില്ല, തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഞങ്ങൾക്ക് സുധിയും ബാൻഡും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അത് നമ്മുടെ സ്വന്തം ഫാമിലിയാണ് അല്ലേ? അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, ഏതായാലും ഇത്രത്തോളം നമ്മുടെ കണ്ടസ്റ്റൻസും എല്ലാവരും എന്താ പറയുക വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഉഗ്രൻ വേറെ കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ. ആരത് വേറെ കണ്ടസ്റ്റന്റ്? സസ്പെൻസ് ആണോ? എങ്കിൽ സസ്പെൻസിലിരിക്കട്ടെ. ഓക്കെ, സോ ഓഡിയൻസ് പ്ലീസ് ഡു വാച്ച് ദിസ് വണ്ടർഫുൾ ജാമിംഗ് സെഷൻ.
ദാസേട്ടൻ ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരാഗ്രഹമായി, എനിക്ക് ലൈവ് കേൾക്കണം എന്ന് ഒരാഗ്രഹം. രാവിലെ ഒരു മസാജ് കിട്ടിയില്ല അതൊക്കെ ഇവിടെ രഞ്ജു, നിനക്ക് അവിടെ നിൽക്കണോ ഇവിടെ വരണോ? ഇപ്പൊ ചോദിക്കാൻ ഞാൻ. ഇത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സജിനേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ജഡ്ജസിന് മാത്രമായി ഇങ്ങനത്തെ മസാജുകൾ കൊടുക്കരുത്. ആങ്കേഴ്സും ഇവിടെ ഉണ്ട്, ഫ്രീ ആണ്. देखा जो तुझे जानम हुआ है बुरा നീ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ യൂഷ്വൽ സംസാരം നല്ലതല്ലാതെ നീ ഒരു അലമ്പ് നീ ഇതിലുണ്ടാക്കിയിട്ടില്ല. रुको 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 अरे बाबा रुको ओ मैं जानू give me a look 9.5 ആണ് മാർക്ക് കിട്ടേണ്ടിയിരുന്നത്. അത്രയും അസലായിട്ട് പാടി. ഇനി മേലാൽ ഇത്രയും പെൺപിള്ളേരോട് ഒരുമിച്ച് ഡാൻസ് ചെയ്തത്. ഓക്കെ, നീ ഇങ്ങനെ പറഞ്ഞ പിന്നെ ആര് സന്തോഷിക്കും? മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ. എത്ര സ്റ്റേജിൽ പാടി എത്ര പ്രൊഫഷണൽ സിംഗർ ആയാലും ഇത് പാടാൻ ഒന്ന് പേടിക്കും. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഹലോ, എനിക്കൊരു ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ല. ഞങ്ങളും ഈ പാട്ട് കേട്ടിട്ടില്ല. എല്ലാവരും ഷാറുഖ് ഖാൻ ഫാൻസ് അല്ലേ? അതെന്താണെന്നറിയോ? അതൊരു ഉള്ളിൽ നിന്ന് വന്നാണ് അഞ്ജലി സ്നേഹം. ചേച്ചി അവിടെ ചെന്ന് പറഞ്ഞ് എല്ലാരോടും അഞ്ജലി ചേച്ചി ഫാൻസ് എന്ന് പറയാൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മതിമുഖി മധുമൊഴി പാടുക പാടുക നീ പൂന്തേ നീർമൊഴി. ആ രാഗഭാവം എന്ന് പറഞ്ഞത് മുഴുവനായിട്ടുണ്ടായിരുന്നു മോള് പാടിയതിൽ. ഇന്നു നീ എൻ്റെ വീട് വെച്ച വണ്ടി കേറണം, ലണ്ടനിൽ ചുറ്റണം, പട്ടുതട്ടമിട്ടുലാത്തണം. അയ്യോ എന്റെ ചക്കര, എനിക്ക് വയ്യ. എന്തൊരു രസമായിരുന്നു. हवाएं झूमती है तन को मेरे झूमती है छोड़ के शर्म वरम झूम ये जिया. അസാധ്യ സിംഗറിനെ കേരളത്തിന് കിട്ടാൻ പോവാണ്. ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മെനിയിൽ ഏഴാം സ്വർഗം തേടി ഇന്ന് വന്നതാണ് ഞാൻ. ശ്രീനന്ദ്, and that's what called comeback. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.